എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ബ്രൈഡൽ ഡിസൈനിങ് പഠിക്കുകയാണല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതായത് ഫില്ലിങ്സ് നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഗ്യാപ്പ് വരുമ്പോൾ പിന്നെ ഓരോ ഗ്രിഡിൻ്റെ ഉള്ളിൽ ഒക്കെ ആയിട്ട് നമ്മൾ ഫില്ലിങ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫില്ലിങ്ങോട്ടാണ് തുടങ്ങുന്നത്. ആദ്യം വരയ്ക്കുന്നത് നമ്മൾ റൗണ്ടാണ്. ഇങ്ങനെ റൗണ്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ വെച്ചാൽ ഒരേ സൈസിലുള്ള റൗണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തടുത്ത് വരയ്ക്കും വേണം. ഗ്യാപ്പില്ലാതെ ഒരേ സൈസിലുള്ള റൗണ്ട് വരയ്ക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഡിസൈന് നല്ല ഭംഗിയുണ്ടാകും. ഇങ്ങനെ ആദ്യം നമ്മൾ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഗ്യാപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് 2 റൗണ്ടിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെയാണ് അടുത്ത റൗണ്ട് നമ്മൾ വരയ്ക്കുന്നത്. ഇങ്ങനെ ഓരോ ലെയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടും. നമ്മൾ കയ്യിൽ വരയ്ക്കുമ്പോഴും ഇതുപോലെ അടുത്തടുത്ത് വരയ്ക്കാനും ഒരേ സൈസിൽ വരയ്ക്കാനൊക്കെ ശ്രദ്ധിച്ചാൽ ഫില്ലിങ്സ് നല്ല ഭംഗിയിൽ കിട്ടും. മെഹന്തി ഡിസൈനിങ്ങിൽ ബിഗിനറായിട്ടുള്ള ആൾക്കാർക്ക് വരെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് ചെയ്യുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം തൊട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡിസൈനിങ്ങിനെ കുറിച്ച് ഒരു ധാരണ വരും. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് സെയിം റൗണ്ട് വരച്ചിട്ട് തന്നെ ഒരു ഡിസൈനാണ്. ഇങ്ങനെ റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഡോട്ട് കൊടുക്കുന്നു, മേലെ ഭാഗത്തായിട്ട് ഒരു ഡോട്ട് കൊടുക്കുന്നു. ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഓരോ ഡിസൈൻ ഉണ്ടാക്കുന്നതിനനുസരിച്ച് നമുക്ക് സ്വന്തമായിട്ട് ബ്രൈഡൽ ഡിസൈനിങ് ഒക്കെ ചെയ്യാൻ പറ്റും. വേറെ ഒരു റെഫറൻസ് പിക്ക് ഇല്ലെങ്കിലും അടുത്തത് എന്തിടണം എന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നമ്മുടെ കയ്യിൽ കുറേ ഡിസൈൻസ് നമുക്ക് അറിയുന്നതുണ്ടാകും. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. ഇങ്ങനെ കുറേ ഡിസൈൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ റൗണ്ട് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഡോട്ട് ഇട്ടു. അതിന് നമ്മൾ ഫസ്റ്റ് റൗണ്ട് ചെയ്ത പോലെ തന്നെ ഗ്യാപ്പില്ലാതെ വേണം ചെയ്യാൻ. ഫസ്റ്റത്തെ റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലൈൻ വരുമ്പോഴത്തേക്കും 2 റൗണ്ടിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ വേണം അടുത്ത റൗണ്ട് ഇടാൻ. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് ഇപ്പം ചെയ്ത സാധനം തന്നെ റൗണ്ട് ഇട്ടിട്ട് ഡോട്ട് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ ഒരു ഹാഫ് സർക്കിൾ കൊടുക്കുക, അതിനൊന്ന് റിങ് ആക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അടുത്തൊരു ഡിസൈനാകും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്രൈഡൽ ഡിസൈനിങ് വരുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും. ഏത് ഡിസൈൻ ഇടും എന്ന് പറഞ്ഞിട്ട് നമുക്കങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇടുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സൈസ് ശരിയാക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ടാകും. ഇതുപോലെ കോളംസ് ആക്കിയിട്ടോ റൗണ്ട് ആക്കിയിട്ടോ ഒരു പേജ് എടുത്തിട്ട് അതിൽ നമ്മൾ ഈ കാണിക്കുന്ന ഡിസൈൻ എല്ലാം ചെയ്ത് നോക്കുക. ആ കോളത്തിൽ ഫുള്ളായിട്ട് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടും എനിക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ 2 ലൈനും 3 ലൈനൊക്കെ ചെയ്യുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ബോക്സ് വരച്ചിട്ടുണ്ടെങ്കിൽ ആ ബോക്സ് ഫുള്ളായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്കത് കാണുമ്പോഴുള്ള ഭംഗി മനസ്സിലാവുക. ഓരോ ഡിസൈനും എത്ര വ്യത്യാസം വരുന്നുണ്ടെന്ന് മനസ്സിലാവുക. ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മൾ നേരത്തെ വരച്ചത് റൗണ്ട് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഡോട്ട് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഒരു റിങ് ഇട്ട് കൊടുക്കുന്നതാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് അതിൻ്റെ മേലെ 2 റിങ് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ഓരോ വ്യത്യാസം വരുത്തുമ്പോൾ ഡിസൈനിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഈ വരയ്ക്കുന്ന ഫില്ലിങ് നിങ്ങൾ ഏറ്റവും അധികം കണ്ടിട്ടുണ്ടാകുന്ന സാധനമാണ്. അതായത് സ്പൈറൽ എന്നൊക്കെ പറയുന്ന ഈ സാധനം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നല്ല എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫില്ലിങ്ങാണ് കിട്ടുന്നത്. ഈ സ്പൈറൽ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരേ സൈസായിരിക്കണം. അതേപോലെ തന്നെ സ്വേളിൻ്റെ ഡയറക്ഷൻ എല്ലാം ഒരേ പോലെ ആയിരിക്കണം. എല്ലാ സ്വേളും ഒരു ഡയറക്ഷനിലായിരിക്കണം. അതുപോലെ ഇന്നറിൽ വരുന്ന റൗണ്ടിൻ്റെ എണ്ണം ഈക്വൽ ആയിരിക്കണം. ഓരോ സ്വേളിലും ഒരേ നമ്പർ ഓഫ് റൗണ്ടാണ് ഉള്ളിലോട്ട് വരേണ്ടത്. 1-ൽ 4 എണ്ണം 1-ൽ 5 എണ്ണം അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ ഡയറക്ഷനും ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടും. നമ്മൾ നേരത്തെ റൗണ്ടിനൊക്കെ പറഞ്ഞ കേസ് പോലെ തന്നെ ഗ്യാപ്പില്ലാതെ വേണം വരയ്ക്കാനും. ഇനി ഞാൻ ചെയ്യുന്നത് ഈ സ്പൈറൽ വരച്ചിട്ട് അതിൻ്റെ മേലെ ഒരു റിങ് ഇട്ട് കൊടുക്കുന്നു. നമ്മൾ നേരത്തെ റൗണ്ട് വരച്ചിട്ട് ഒരു റിങ് ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ സ്പൈറൽ വരച്ചിട്ട് ഒരു റിങ് ഇട്ട് കൊടുക്കും. ഇങ്ങനെ ചെയ്താൽ നമുക്ക് വേറൊരു ഫില്ലിങ്ങാണ് കിട്ടുന്നത്. ഇങ്ങനെ എല്ലാ രീതിക്കും ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഒരു ബ്രൈഡൽ ഡിസൈനിങ് വരുമ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ ക്ഷാമം ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും.
അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ വേറൊരു വേർഷനാണ് ഇനി ചെയ്യുന്നത്. സ്പൈറൽ വരക്കുക, എന്നിട്ട് നമ്മൾ നേരത്തെ ഒരു റിങ് ആയിട്ട് കൊടുത്തത് ഇനി അതിൻ്റെ മേലെ 2 റിങ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വലിയ ഫില്ലിംഗ് ആണ് നമുക്ക് കിട്ടുക. പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കുറേ സ്ഥലത്ത് ഫില്ലിംഗ് ഒക്കെ ആവശ്യമുള്ള സമയത്ത് നമുക്കിതുപോലെയൊക്കെ ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ സെയിം സംഭവം തന്നെയാണ്. ഒരു റിങ് ചെയ്തു, 2 റിങ് ചെയ്തു, ഇനി സ്പൈറൽ വരച്ചിട്ട് 3 റിങ് ചെയ്തു. കുറച്ചും കൂടി വലിയ വലിയ ഫില്ലിങ്സിനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മേലെ റിങ്ങിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ ചിലപ്പോൾ ബോറായിട്ട് പോകും. ഇങ്ങനെ 3 എണ്ണം വരെയൊക്കെ ഓക്കെയാണ്. ഇത് തന്നെ നിങ്ങൾക്ക് ചെറുതാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വേളിൻ്റെ വലിപ്പം കുറച്ചാലും മതി. 2 ചുറ്റ് വരുന്ന സ്വേളാണ് ഞാനിപ്പോൾ വരച്ചിട്ടുള്ളത്. പക്ഷേ അതിന് പകരം നിങ്ങൾക്ക് ഒറ്റ ചുറ്റിൻ്റെത് കൊടുക്കാം, എന്നിട്ട് അതിൻ്റെ മേലെ 3 റിങ് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷണങ്ങളിലൂടെ പുതിയ പുതിയ ഡിസൈൻസ് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രൈഡൽ ഡിസൈനിങ്ങിൽ യൂസ് ചെയ്യാനും പറ്റും. നമ്മളെ ഡിസൈനിങ് ക്ലാസ് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബേസിക് എലമെൻറ്റ്സ് ആണ് പഠിച്ചത്. ആ എലമെൻറ്റ്സ് എല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് ഫില്ലിങ്സ് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിളാണ് ഇത്. നമ്മൾ റൗണ്ടും ഹംസും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫില്ലിങ്സ് കിട്ടും. ഇത് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സൈസ് ശരിയാവണം, ഹംസിൻ്റെത് ഒരേ ലെവലിൽ ഒരേ സൈസിലൊക്കെ ചെയ്യണം, പിന്നെ ഗ്യാപ്പില്ലാതെ ചെയ്യാനും ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഫില്ലിങ്ങാണ് കിട്ടുക. ഇനി ഈ സെയിം സാധനം നമ്മളിപ്പോൾ ചെയ്ത പോലെ ഒരു റൗണ്ട് വരച്ച് അതിനൊരു റിങ് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഹംസ് കൊടുത്താലും നല്ലൊരു ഫില്ലിങ്ങായി. ഇങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഫില്ലിങ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രൈഡൽ ഡിസൈനിങ് ചെയ്യുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചിരിക്കേണ്ട ആവശ്യമേ വരില്ല. ഓരോ ടൈപ്പ് ഫില്ലിങ്സും എങ്ങനെ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇതിൽ പറയുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നാണല്ലോ. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇനി നമ്മൾ ഇപ്പോൾ ചെയ്തത് റൗണ്ടിലാണ്. ഇനി നമ്മൾ സ്വേളിന് ഹംസ് കൊടുക്കുക. സ്വേളിന് വരച്ചിട്ട് അതിൻ്റെ മേലെ ഹംസ് കൊടുക്കുക. ചെയ്യുമ്പോൾ എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വേള് വരയ്ക്കുമ്പോൾ എല്ലാ സ്വേളും ഒരേ സൈസിലാവാൻ ശ്രദ്ധിക്കണം. ഹംസ് വരയ്ക്കുമ്പോൾ ഹംസും ഒരേ സൈസാവാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് പിന്നെ ഗ്യാപ്പിലൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. 2 പൂ വന്നതിൻ്റെ ഇടയിലായിട്ട് വേണം അടുത്ത ലൈനിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ നിങ്ങൾക്കിത് കാണുമ്പോൾ നല്ല മനസ്സിലാവുമെന്ന് തോന്നുന്നു. നമ്മൾ 2 ഫ്ലവറിൻ്റെ ഇടയിലാണ് അടുത്ത ലൈനിൽ കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഗ്യാപ്പില്ലാതെ ചെയ്യുമ്പോഴാണ് ആ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫില്ലിങ്ങിന് എന്ന് പറയുന്ന ആ ഒരു പേരിനോട് തന്നെ നമുക്ക് കൂറ് പുലർത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ സ്പൈറൽ വരച്ചിട്ട് ഒരു ലെയർ ഓഫ് ഹമ്പാണ് കൊടുത്തത്. ഇനി നമ്മൾ ചെയ്യുന്നത് സ്പൈറൽ വരച്ചു, എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ലെയർ ഹമ്പ് വരച്ചു, എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ ഒരു ലെയർ കൂടി ഹമ്പ് കൊടുക്കുക. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഇങ്ങനെ 2 ലെയർ മാത്രമാക്കണ്ട, 3 ലെയർ ആക്കിയും ചെയ്യാം, 4 ലെയർ ആക്കിയും ചെയ്യാം. ഇങ്ങനെയൊക്കെ നമുക്ക് ഫില്ലിങ്സ് വരക്കാൻ പറ്റും. നിങ്ങൾ ഇത്ര തന്നെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് വരക്കാൻ പറ്റും. 3 ലെയർ ആകുമ്പോൾ ഒന്നും കൂടി വലിയ ഡിസൈൻ കിട്ടും. അത്രയേ ഉള്ളൂ. ഇങ്ങനെ എന്നിട്ട് പിന്നെ ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ലൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ 2 ഫ്ലവറിൻ്റെ ഉള്ളിലേക്കായിട്ട് വേണം അടുത്തത് ചെയ്യാൻ. അത് നമ്മൾ ഒരു ഫ്ലവറിൽ എത്ര ലെയർ കൊടുത്തിട്ടുണ്ടോ അത്ര ലെയർ ഹമ്പ് തന്നെ അടുത്തതിലും കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഒരു യൂണിറ്റി ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ നോക്കുന്നത് സ്പൈറൽ വരച്ച് ഹമ്പ് വരച്ചിട്ട് പിന്നെ കുറച്ച് വലിയ ഹമ്പ് വരയ്ക്കുക. അതായത് ഈ റാറാറ എന്നുള്ളത് കുറച്ച് വലിയ പെറ്റൽസ് പോലെ ഒരു പൂവ് പോലെ തന്നെ ആക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്താലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആവും നമുക്ക്. ഇങ്ങനെ ഇനി നമുക്ക് ഫ്രണ്ട് ഹാൻഡിലും ബാക്ക് ഹാൻഡിലൊക്കെ ഫില്ലിങ് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഫില്ലിംഗ് ഒക്കെ കൊടുത്താൽ നല്ല ഭംഗിയിൽ കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി പറയുകയാണ്. ഞാനിപ്പോൾ ഒരു ലെയറൊക്കെ ആക്കി ചെയ്യുന്നുള്ളൂ. അതൊരു ജസ്റ്റ് പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കോളൊക്കെ വരച്ചാൽ ചെയ്യുന്നെങ്കിൽ അത് ഫുള്ളായിട്ട് തന്നെ വരക്കണം. ഇങ്ങനെ ഫുള്ളായിട്ട് വരക്കുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി ഞാൻ ചെയ്യുന്നത് നമ്മൾ സ്പേള് വരച്ചു, എന്നിട്ട് അതിൻ്റെ മേലെ ഹംസ് വരച്ചു, എന്നിട്ട് നമ്മളിപ്പോൾ കൊടുത്ത പോലെ തന്നെ പെറ്റൽസ് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മളൊന്ന് ഡാർക്കൻ ചെയ്യും. ആദ്യം ആ പെറ്റലിൻ്റെ മേലെ ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് ഡാർക്കൻ ചെയ്ത്
എന്നിട്ട് പിന്നെ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈനും കൂടി കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. സ്പൈറൽ വരച്ചു, പിന്നെ ഹംസ് വരയ്ക്കുക, എന്നിട്ട് കുറച്ച് വലിയ പെറ്റൽ വരയ്ക്കുക. ഈ ഹംസ് തന്നെ കുറച്ച് വലുതാക്കിയ വലിയ പെറ്റൽസ് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു റിങ് കൊടുത്തിട്ട് ആ റിങ്ങിൻ്റെയും പെറ്റലിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെയും നമ്മൾ അതിൻ്റെ മേലെ ഒരു റിങ്ങും കൂടി കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. ഇങ്ങനെ നമ്മൾ എക്സ്പെരിമെൻ്റലായിട്ട് പുതിയത് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഡിസൈൻസ് കിട്ടും. ഒരു ആൾ വരച്ച് വെച്ച റെഫറൻസ് പിക്ക് നോക്കി മാത്രം വരയ്ക്കുക എന്നുള്ളതല്ല നമ്മുടെ ഡിസൈനിങ്ങിൻ്റെ കഴിവ്. നമുക്ക് പുതിയ ഡിസൈനൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇതുപോലെ പല ഡിസൈൻസ് ഉണ്ടാക്കിയാലാണല്ലോ നമുക്കതിനൊക്കെ കഴിയുക. ഇനി നമ്മൾ ചെയ്യുന്നത് നേരത്തെ അതേ പ്രോസസ്സ് തന്നെയാണ്. സ്പൈറൽ, ഹമ്പ്, എന്നിട്ട് പിന്നെ വലിയ ഹമ്പ്, അതായത് പെറ്റൽ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഡോട്ട് കൊടുത്തു. ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ചെയ്ത് നമുക്ക് പുതിയ ഡിസൈൻസ് ഉണ്ടാക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ വരയ്ക്കുന്നതെല്ലാം ഒരേ സൈസായിരിക്കണം, പിന്നെ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് ഫില്ലിങ്സ് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഫില്ലിങ്സ് മാത്രം അറിഞ്ഞാൽ നമുക്ക് ഒരു ബ്രൈഡൽ ഡിസൈനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് പിന്നീട് നോക്കാം കേട്ടോ. ഫില്ലിങ്സ് മാത്രം വെച്ചിട്ടൊക്കെ എങ്ങനെ ബ്രൈഡൽ ഡിസൈൻ ചെയ്യാം. ഇനി ഗ്രിഡ്സൊക്കെ വരുന്നുണ്ട്, അപ്പോഴത്തേക്കും നിങ്ങൾക്ക് സൂപ്പറായിട്ട് പുതിയ ഡിസൈൻസ് ചെയ്യാൻ പറ്റും. വേറൊരു റെഫറൻസ് പിക്ക് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ചെയ്യുന്നത് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെയാണ്. സ്പൈറൽ വരച്ചു, എന്നിട്ട് ഒരു ലെയർ ഓഫ് ഹമ്പ് വരച്ചു. ഈ ഹമ്പ് വരച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വരച്ച പോലെ കുറച്ച് വലിയ ഹമ്പ് വരച്ചു. പെറ്റൽ നേരത്തെ അത്ര വലിപ്പം നമ്മൾ കൊടുത്തിട്ടില്ല, കുറച്ച് ചെറുതാക്കി. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ലെയർ ഓഫ് ഹമ്പ് തന്നെ കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലെ ഓരോ ഡോട്ട് ഇട്ട് കൊടുത്തു. ഡോട്ടൊക്കെ ഇടുമ്പോൾ നമ്മൾ ഒരേ സൈസ് ആവാൻ ശ്രദ്ധിക്കണം. അതിനുള്ള ട്രിക്കൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ബേസിക് എലമെൻറ്റ്സ് പറഞ്ഞ ക്ലാസ്സിൽ ഈ ഡോട്ടൊക്കെ എങ്ങനെയാണ് ഒരേ സൈസിൽ കിട്ടുക എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഡോട്ടിൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മൾ ഒരു ലൈനും കൂടിയും കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ കുറച്ച് വലിയ രീതിക്കുള്ള ഫില്ലിംഗ് ആണ് നമുക്ക് കിട്ടുക. സ്പൈറൽ, ഹമ്പ്, പിന്നെ വലിയൊരു പെറ്റൽ, അതായത് ഹമ്പിൻ്റെ തന്നെ കുറച്ച് വലിപ്പമുള്ളത്, എന്നിട്ട് പിന്നെ നോർമൽ സൈസിലുള്ള ഹംസ്, ദെൻ ഡോട്ട്, എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ ഒരു ലെയർ ഓഫ് ലൈനും കൂടി കൊടുത്തു. ആ ലൈൻ കൊടുക്കുമ്പോൾ നമ്മൾ ആ ഡോട്ടിൻ്റെ മേലെ ആ ഒരു ഷേപ്പിൽ എന്ന് പറയുന്ന ആ ഒരു ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഡിസൈനിങ്ങിൻ്റെ പുതിയൊരു തലത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഇത്രയും നേരം ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഷേപ്പ് വരച്ചിട്ടാണ് ഫില്ലിംഗ് ചെയ്യുന്നത്. ആദ്യം നല്ല കട്ടിക്ക് പ്രഷർ കൺട്രോൾ ചെയ്തിട്ടാണ് ഇത് വരയ്ക്കുന്നത്. ആദ്യം നല്ല ഡാർക്കൻ ചെയ്ത് വന്നിട്ട് പിന്നെ ഒരു സ്വേളായിട്ട് കൊടുക്കുക. സ്വേൾ ഒന്ന് എക്സ്റ്റെൻഡഡ് ആയിട്ട് വന്നിട്ടില്ല, എക്സ്റ്റെൻഡഡ് സ്വേൾ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അതിൽ ഒരറ്റം കുറച്ച് തിക്കായിരിക്കും, ലാസ്റ്റ് ഉള്ളിലേക്ക് വരുന്ന ഭാഗത്തേക്ക് തിന്നായിരിക്കും. ഇത് വരയ്ക്കുമ്പോൾ നമ്മൾ ഒരേ സൈസിലായിട്ട് വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു ലെയർ വരച്ച് കഴിഞ്ഞാൽ അടുത്ത ലെയർ വരയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ റൗണ്ടിൻ്റെയും സ്പൈറലിൻ്റെ ഒക്കെ കേസിൽ രണ്ടെണ്ണത്തിൻ്റെ ഇടയിലാണ് നമ്മൾ വരച്ചു കൊടുത്തത്. പക്ഷേ ഈ ഒരു ഷേപ്പ് വരയ്ക്കുമ്പോൾ നമ്മൾ ഒന്നിൻ്റെ അടിയിൽ തന്നെ അടുത്തത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാം ഒരേ ലെവലിലാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. മറ്റേ റൗണ്ടൊക്കെ വരച്ച പോലെ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ ഒന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ഡിസൈൻ നല്ല സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മൊത്തത്തിൽ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഫില്ലിങ് നമുക്ക് കിട്ടും. ഇനി ഇതിൽ തന്നെ നമുക്ക് നേരത്തെ റൗണ്ടിലൊക്കെ വരച്ച പോലെ ഒരു ലൈന്, ഹമ്പ് ഒക്കെ കൊടുത്തിട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ആ ഒരു എക്സ്റ്റെൻഡഡ് സ്പൈറൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ലെയർ റിങ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഹമ്പ് വരച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് പുതിയ മോഡൽ ഫില്ലിങ്സ് ആണ് കിട്ടുന്നത്. ഇങ്ങനെ ഈ ഡിസൈൻസൊക്കെ നിങ്ങളൊരു ബുക്കിലായിട്ട് തന്നെ ചെയ്തു വെച്ചാൽ പിന്നീട് നിങ്ങൾ ഒരു ഡിസൈനൊക്കെ ഉണ്ടാക്കുമ്പോൾ, ബ്രൈഡൽ ഡിസൈനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇനി ഏത് എലമെൻറ്റ് കൊടുക്കുന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി നമ്മൾ ചെയ്യുന്നത് വേറൊരു ടൈപ്പ് ഓഫ് ഫില്ലിംഗ് ആണ്. ഇത് നമ്മൾ ബോൾഡ് ഫ്ലവർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അറബിക് ഡിസൈനിലൊക്കെ വരുന്ന ഒരു ഫ്ലവറാണ് ഇത്. 3 പെറ്റൽ കൊടുക്കുന്ന, അത് ബോൾഡ് ആക്കിയിട്ട് കൊടുക്കുന്ന ഡിസൈൻ. സ്പൈറൽ വരച്ചിട്ട് നമ്മളിങ്ങനെ 3 എണ്ണം ബോൾഡാക്കി കൊടുക്കും. എന്നിട്ട് അതിനെ ഒന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെയർ കൊടുക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഈ ഡിസൈൻ അധികം യൂസ് ചെയ്യുന്നത് അറബിക് ബ്രൈഡൽ ഡിസൈൻസിലാണ്. ഇന്ത്യൻ ഡിസൈൻസിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൽ കിട്ടുന്നത്. ഇൻഡോ അറബിക് ഡിസൈനൊക്കെ വരുമ്പോൾ നമ്മൾ
ഈ ഫില്ലിംഗ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇത് മാത്രമല്ല, ബോൾഡ് ഫ്ലവേഴ്സ് വേറെയും പല ടൈപ്പ് വരുന്നുണ്ട്. ആ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ ഫില്ലിങ്സ് ആക്കി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ബോൾഡ് ഫ്ലവേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓരോ ഫ്ലവറും തമ്മിലുള്ളൊരു സെപ്പറേഷൻ കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. എന്നാലാണ് ആ ഫ്ലവർ കുറച്ചും കൂടി എടുത്ത് കാണിക്കുകയുള്ളൂ. ഇനി ഞാൻ വരയ്ക്കുന്നത് നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫില്ലിംഗ് ആണ്. ഇന്ത്യയിലും അറബിക്കിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫില്ലിംഗ് ആണ്. അതിനാദ്യം നമ്മൾ ഇതുപോലത്തെ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ളൊരു സ്വേൾ, ഈ ഒരു ഷേപ്പ് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ അറ്റം വരുന്നുണ്ടല്ലോ, അതിൻ്റെ ലാസ്റ്റ് പോർഷൻ, ആ പോർഷനിൽ ഒന്ന് നമ്മൾ ഒരു വൈന് നമ്മൾ വരക്കുമല്ലോ, ആ വൈൻ പോലെ വരക്കുക. ഫസ്റ്റ് തിന്നായി വന്ന് പിന്നെ തിക്കാക്കി പിന്നെ തിന്നാക്കി വരുന്ന ആ ഒരു ലീഫ് സ്ട്രക്ചർ ഉണ്ടല്ലോ വൈന്, ആ ഒരു സ്ട്രക്ചർ നമ്മൾ ഒന്ന് വളച്ചു കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ഓരോ വളച്ച് വരച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പിൻ്റെയും രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ലീവ്സ് കൊടുക്കും. ഇങ്ങനെ ലീവ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഡയറക്ഷനിൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇങ്ങനെ ലീവ്സ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം ചില ലീവ്സ് നമുക്ക് ബോൾഡാക്കി കൊടുക്കാം, ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം, ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഭംഗി ഉണ്ടാകും. ഇങ്ങനത്തെ പല ഡിസൈൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇപ്പോൾ ഞാനീ വരയ്ക്കുന്നത്. ഇങ്ങനെ അറ്റത്ത് വൈൻ വരച്ച് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ഫ്ലവർ റൗണ്ട് ഇട്ടിട്ട് 5 ഡോട്ട് ഇട്ടിട്ടുള്ള ഫ്ലവർ ചെയ്യാൻ പറ്റും. പിന്നെ ലോട്ടസ് ഇപ്പോൾ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഈ ഒരു ടൈപ്പിൻ്റെ തന്നെ വേരിയസ് വേർഷൻസ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇത് ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫില്ലിംഗ് ആണ്. നമ്മൾ ഇത്രയും നേരം ചെയ്ത ഒരു ഐറ്റം തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ഫില്ലിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫില്ലിംഗ് ആണിത്. ഇത് നമ്മുടെ ഡിസൈനിന് നെഗറ്റീവ് ഫില്ലിംഗ് ഒക്കെ വരുന്ന ഡിസൈൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ഫില്ലിങ് കൊടുക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഡിസൈന്. അപ്പോൾ ഈ ഡിസൈൻസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഉപകാരപ്പെട്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ പറയണം. ഇതുപോലത്തെ ഡീറ്റെയിൽഡ് വീഡിയോ ഇനിയും ഉണ്ടാവും കേട്ടോ.